അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക്. ഒരുപാട് പേര് പറയാറുണ്ട്, ഉസ്താദേ ഭർത്താവിന് ജോലിയില്ല, മക്കൾക്ക് ജോലിയില്ല, അല്ലെങ്കിൽ ഞങ്ങളെ ജോലി തന്നെ ഉള്ള ജോലിയിൽ ബർക്കത്തില്ലെന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോൾ മഹാരഥന്മാരായ സഹാബാക്കൾ ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് ഭവനമില്ല, ജോലിയില്ലെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സൂറത്ത് ഓതാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ സൂറത്തിനെ കുറിച്ചിട്ടാണ്. ഈ സൂറത്ത് നമ്മൾ ഏത് സൂറത്താണ് എപ്പോഴാണ് ഓതേണ്ടിയുള്ളത്, അത് ഓതിയാൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അത് ഓതുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹുവേ എല്ലാ മേഖലകളിലും ഉയർച്ച നൽകണേ പടച്ചവനെ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം, ഈ പറയാൻ പോകുന്ന സൂറത്ത് നിങ്ങൾ മഗ്രിബിന് ശേഷം 3 വട്ടം നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് അത്ഭുത മാറ്റങ്ങൾ കാണാൻ കഴിയും. ഭർത്താവിന് നല്ല ജോലി അല്ലാഹു നൽകുന്നതാണ്, മക്കളെ അല്ലാഹു നന്നാക്കുന്നതാണ്, കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകുന്നതാണ്, സമ്പത്തില്ലാത്തവർക്ക് അല്ലാഹു സമ്പത്ത് നൽകുന്നതാണ്, കടങ്ങളുള്ളവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടി തരുന്നതാണ്. അപ്പൊ ഈ സൂറത്ത് എന്തിനും പറ്റിയ മഹത്തായ ഒരു സൂറത്താണ്. നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഖഅദ മാസത്തിലാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച 4 മാസങ്ങളിൽ ഒന്നാണ് ദുൽഖഅദ മാസം. ഈ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ സൂറത്തുകളൊക്കെ നിങ്ങൾ പതിവാക്കി വന്നാൽ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കണം. ഈ മാസത്തെ നമ്മൾ വളരെയധികം ബഹുമാനിക്കേണ്ടിയുള്ളതാണ്. എല്ലാ പിണക്കങ്ങളും കഴിഞ്ഞ് സ്നേഹത്തോടെ കഴിഞ്ഞു പോകേണ്ടിയുള്ള മഹത്തായ മാസമാണ്. അതുപോലെ ഈ മാസം നമ്മൾ നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല, അഥവാ നിസ്കാരം നമ്മൾ ഖളാഅക്കാൻ പാടില്ല. കാരണം മറ്റുള്ള മാസങ്ങളെ പോലെയല്ല, അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച മാസമാണ്. അപ്പൊ ഈ മാസം നമ്മൾ നമസ്കാരം ഖളാഅക്കല്, മോശപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യരുത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളും ആയത്തുകളൊക്കെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകപ്പെടാൻ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം മുഅ്മിനീങ്ങളെ. അതുപോലെ ഈ മാസത്തിൽ നമ്മൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്ന മാസമാണ്. ഈ മാസത്തിൽ നമ്മൾ സുന്നത്ത് നോമ്പ് അധികരിപ്പിക്കുക, അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് നൽകപ്പെടുന്നതാണ്. ദുൽഖഅദ മാസം കഴിഞ്ഞാൽ ഉടൻ ദുൽഹിജ്ജ മാസമാണ്. അതുകൊണ്ട് ഉദ്ഹിയ്യത്തുമായ കാര്യങ്ങൾ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെടുന്നതാണ്. ഉദ്ഹിയ്യ വർഗ്ഗത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും അത് നോക്കാൻ പോകുന്നതും അതിനെ വേടിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും അത് ദാനധർമ്മമായി ജനങ്ങൾക്ക് കൊടുക്കുന്നതും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടതെന്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങനെ നീ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീ നടന്നാൽ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നിനക്ക് തരുന്ന മാസമാണ്. അതുകൊണ്ട് ഉദ്ഹിയ്യ വർഗ്ഗം നിനക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ നീ ഉദ്ഹിയ്യ കർമ്മം നിർവഹിക്കണം. ആ ഉദ്ഹിയ്യ കർമ്മം നിനക്ക് നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, അതിനെ കുറിച്ച് സംസാരിക്കുകയും അത് വാങ്ങാൻ പോകുന്നവരോട് നീ ചേരുകയും ഒക്കെ ചെയ്യുന്നത് വലിയ നേട്ടങ്ങൾ അല്ലാഹു നിനക്ക് നൽകുന്നതാണ്. അതുപോലെ ഈ മാസം നമ്മൾ ബഹുമാനിക്കണം, അല്ലാഹു ബഹുമാനിച്ച മാസമാണ്. അതുപോലെ തന്നെ ഖുർആൻ വീടുകളിൽ പാരായണം ചെയ്യണം. ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസം അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞതാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ കൊണ്ട് തേടിയാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരുമെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇസ്തിഗ്ഫാർ ചെല്ലാൻ പറ്റുമോ, പാപമോചനം നേടാൻ പറ്റുമോ, അതൊക്കെ പറ്റിയ മാസമാണ്. അതുപോലെ തന്നെ ഈ മാസം ഹാജിമാർ ഹജ്ജിന് പുറപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് ഹാജിമാരെ സന്ദർശിക്കുക, അവരെ പോയി കണ്ട് അവരുമായി മുസാഫഹത്ത് ചെയ്യുക, അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക, അവരോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോകുമ്പോൾ നമ്മുടെ സലാം പറഞ്ഞു വിടുക, നമ്മുടെ സലാം പറഞ്ഞ് ഏൽപ്പിക്കുക. കാരണം ഹാജിമാർ, ഹജ്ജ് ചെയ്യുന്നവർ, ഹജ്ജുമ്മമാർ എന്ന് പറഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരല്ല, അല്ലാഹുവിന്റെ അതിഥികളാണ്. പടച്ചവനെ, ഞങ്ങൾക്കും നീ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ പരിശുദ്ധ മണ്ണിൽ ചെല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ പടച്ചവനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം, ഈ പറയാൻ പോകുന്ന സൂറത്ത്
സൂറത്ത് നിങ്ങൾ മഗ്‌രിബിന് ശേഷം 3 പ്രാവശ്യം ഓതിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു അത്ഭുതങ്ങൾ കൊണ്ടുതരുന്നതാണ്. ഭർത്താവിന് അല്ലാഹു നല്ല ജോലി നൽകുന്നതാണ്. മക്കൾക്ക് അല്ലാഹു കച്ചവടത്തിൽ ബർക്കത്ത് നൽകുന്നതാണ്. മക്കൾക്ക് അല്ലാഹു ജോലി നൽകുന്നതാണ്. മഹാനായ ഖാതുമുൽ അസം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ്, എന്റെ ഭർത്താവ് ഒരു മോശപ്പെട്ട സ്വഭാവമുള്ള ആളാണ്. എന്റെ ഭർത്താവിന്റെ ജോലിയിൽ ഒരു അഭിവൃദ്ധിയില്ല. മക്കളാണെങ്കിൽ മോശപ്പെട്ട സ്വഭാവങ്ങളുമായി അലഞ്ഞുതിരിഞ്ഞ് നടക്കുകയാണ്. മക്കളെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും കുടുംബത്തിൽ ആകെ പ്രതിസന്ധിയാണ്, വിഷമമാണ്. ഇതിന് പരിഹാരമായി മഹാനവറുകളെ എനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ അവിടെ നിന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബത്തിന് നിർദ്ദേശിച്ചു കൊടുത്ത ഒരു സൂറത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മക്കയിൽ നിന്നും മദീനയിലേക്ക് വരുമ്പോൾ സഹാബാക്കൾക്ക് വീടില്ലായിരുന്നു. അവർ വളരെ പ്രതിസന്ധിയിലായിരുന്നു. ഈ വിഷമം വന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ സൂറത്ത് പറഞ്ഞു കൊടുത്ത സൂറത്താണ്. ഈ സൂറത്ത് മഗ്‌രിബിന് ശേഷം ഒരു 18 വട്ടം നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും വിഷമങ്ങളും മാറിക്കിട്ടുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്ത് നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടുവരികയാണെങ്കിൽ നീ പോലും അറിയാതെ അല്ലാഹു നിന്റെ ഭർത്താവിന് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വഭാവങ്ങൾ നല്ലതാക്കുന്നതാണ്. അവരുടെ സ്വഭാവം അല്ലാഹു ശുദ്ധിയുള്ളതാക്കുന്നതാണ്. നല്ല ജോലി അല്ലാഹു കൊടുക്കുന്നതാണ്. കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകുന്നതാണ്. സമ്പത്തിന്റെ വഴികൾ അല്ലാഹു വിശാലമാക്കുന്നതാണ്. ഈ സൂറത്ത് ഏതാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഈ സൂറത്താണ് മഹത്തായ സൂറത്തുൽ ളുഹ. ഏത് സൂറത്താണ്? സൂറത്തുൽ ളുഹയാണ്. ഞാനൊന്ന് ഓതിത്തരാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അപ്പോൾ ഈ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടിയുള്ളത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഈ സൂറത്ത് ഓതേണ്ടിയുള്ളത് മഗ്‌രിബിന് ശേഷം ഒരു 11 പ്രാവശ്യം. അങ്ങനെ മഗ്‌രിബിന് ശേഷം ഒരു 11 പ്രാവശ്യം നല്ല നിയത്തോടു കൂടി അല്ലാഹുവേ എന്റെ ഭർത്താവിന് നീ ജോലി നൽകണേ പടച്ചവനെ, എന്റെ മകന് ജോലി നൽകണേ അല്ലാഹ്, കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ നിലനിർത്തണേ റഹ്മാനായ റബ്ബേ, എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകണേ അല്ലാഹ്. നല്ല നിയത്തോടെ ഇങ്ങനെ നിങ്ങൾ കുറച്ച് ഓതി നോക്കല്ലോ, ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ പെണ്ണ് വന്നിട്ട് മഹാനവറുകളോട് പറയുകയാണ്, തങ്ങളെ എന്റെ ഭർത്താവിന്റെ എല്ലാ മോശ സ്വഭാവങ്ങളും മാറിയിരിക്കുകയാണ്. ഭർത്താവിന് അല്ലാഹു നല്ല ജോലി കൊടുത്തിരിക്കുകയാണ്. എന്റെ കടങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നു. എന്റെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യങ്ങൾ നൽകപ്പെട്ടു. ഞങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുകയുണ്ടായി. എന്റെ മക്കളുടെ സ്വഭാവം നല്ലവണ്ണമായി നല്ലവരായി മാറി. ഞാനിപ്പോൾ വളരെയധികം സന്തുഷ്ടയാണ്, സന്തോഷവതിയാണ്. എന്നാ സ്ത്രീ മഹാനവറുകളോട് പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്നാ മഹാപണ്ഡിതൻ പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് മഹാനവറുകൾ ആ പെണ്ണിന് ദുആ ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഈ സൂറത്ത് എന്തുകൊണ്ട് മഹത്വമുള്ളതാണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബത്തിന് പറഞ്ഞു കൊടുത്തതാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ നബിയെ ഒന്നുമില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഓതാൻ പറഞ്ഞു കൊടുത്ത സൂറത്താണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുക. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. ഭവനമില്ലാത്തവരുണ്ടെങ്കിൽ, ജോലിയില്ലാത്തവരുണ്ടെങ്കിൽ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളവരുണ്ടെങ്കിൽ, രോഗമുള്ളവരുണ്ടെങ്കിൽ, എല്ലാ മുഅ്മിനീങ്ങളും ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ പതിവാക്കുക. അല്ലാഹു വലിയ വിജയം നൽകുന്നതാണ്.
അപ്പൊ എങ്ങനെയാ നമ്മൾ ഓതേണ്ടിയുള്ളത്? മഗ്‌രിബിന് ശേഷം ഒരു 11 വട്ടം സൂറത്തുൽ ദുഹാ നിങ്ങൾ ഓതി നിത്യമായി വരിക. അല്ലാഹു ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അല്ലാഹുവേ നിന്റെ ഖുർആൻ വലിയ മഹത്വമുണ്ട് റബ്ബേ. അതിന്റെ മഹത്വങ്ങളാണ് അല്ലാഹ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ഇതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ പടച്ചവനെ. എല്ലാവിധ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാഹ്. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകണേ റബ്ബേ. ഖൈറുകൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോടെ ഖബറിലെത്തിച്ചവിടെ ഖബറിടം സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. ഈ സൂറത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈ ലാഭക്കുറിയിൽ, ഇതാണ് ഒരു കുറി എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് നൽകപ്പെടുന്ന ഒരു കുറിയാണ്. ഈ ലാഭക്കുറിയിൽ പങ്കാളികളാവുക. കാരണം ഇത് ഉറപ്പുള്ള ഒരു കുറിയാണ്. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു കുറിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നിങ്ങളെല്ലാവരും ഈ പറയപ്പെട്ടതുപോലെ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്തു വരിക. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. ഇങ്ങനെയുള്ള സൂറത്തുകളുടെയും ദിക്റുകളുടെയും ഒക്കെ മഹത്വങ്ങൾ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യണം. അവരും ഇതൊക്കെ പഠിക്കട്ടെ. അവരും അല്ലാഹുവിന്റെ ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറകളാണ്, ഐശ്വര്യങ്ങളുടെ കലവറകളാണ്. ആ ഖുർആൻ ഓതി അവരും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവൻ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾക്ക് അവരും അതിന് അർഹരാകട്ടെ. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അല്ലാഹുവേ ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ പാപികളും ദോഷികളുമാണ് പടച്ചവനെ. ഞങ്ങൾ ഓതുന്ന ഖുർആൻ നീ സ്വീകരിക്കണേ റബ്ബേ. ജീവിതത്തിലെ സകല ഐശ്വര്യങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാൻ റബ്ബേ ഞങ്ങൾ പറഞ്ഞതും കേട്ടത് ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങൾ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങൾ എന്തെല്ലാം രോഗങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. നീ ശാഫിയാണ്, കാഫിയാണ് പടച്ചവനെ. ഞങ്ങളുടെ രോഗങ്ങൾ മുഴുവനും ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾ പലരും കടക്കാറാണ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. എത്രയോ പേര് വാടക വീടുകളിൽ കഴിയുന്നവരോട് സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭവനങ്ങളിൽ പണി നടക്കുന്ന റബ്ബേ അത് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള സകല രോഗങ്ങളും അല്ലാഹുവേ അവരെയും ആ രോഗങ്ങളിൽ അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. പെട്ടെന്ന് മരണപ്പെടുന്ന രോഗങ്ങളിൽ നീ കാവൽ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ നീ കാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനും ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സർവ്വവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളത് വീഡിയോകൾ കാണുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. അവരുടെ ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി.